മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ടവർക്കും വലിയൊരു കുരുക്കാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു അന്വേഷണത്തിനായി ഇ ഡി സംഘം ഒരുങ്ങുന്നു എന്ന സൂചന ലഭിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അഴിമതി അന്വേഷിക്കാനായി CBI ഉൾപ്പെടെ എത്തുന്നുവെന്ന വ്യക്തമായ ധാരണയുണ്ടായത്. SFIO, ED അതുപോലെ തന്നെ CBI അങ്ങനെ 3 കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ മകളെ വിടാതെ പിന്തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും നിർണായകമായ ദിനം ഇന്ന് ദില്ലിയിൽ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിധി പുറത്തു വരാനിരിക്കുകയാണ്. CMR എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വീണയ്ക്ക് പിന്നാലെ EDയും പാഞ്ഞെടുക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം വെളുപ്പിക്കലിന് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഒരുക്കം തന്നെ നടത്തുന്നുവെന്നാണ് ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് CMR എക്സാലോജിക് ഇടപാടിൽ വീണ ഉൾപ്പെടെയുള്ളവർക്കെതിരെ SFIO നേരത്തെ തന്നെ കുറ്റപത്രം സമർപ്പിച്ചു. അതിലെ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് EDയും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങാനൊരുങ്ങുന്നുവെന്ന റിപ്പോർട്ട് ലഭിക്കുന്നത്. വീണയ്ക്കെതിരായിട്ടുള്ള SFIO കുറ്റപത്രത്തിലെ പല വിവരങ്ങളും അത് SFIOയുടെ അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് തന്നെ പോകുന്നുവെന്ന വ്യക്തമായ സൂചന ലഭിച്ചിരിക്കുന്നു. രാജ്യത്തിന് പുറത്തും പലതരത്തിലുള്ള ഇടപാടുകൾ നടക്കുന്നതുകൊണ്ട് അതിനെയൊക്കെ തന്നെ പൂർണ്ണമായും അന്വേഷിച്ചറിയാനുള്ള പരിമിതികൾ SFIO പങ്കുവച്ചിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്നതിന് പിന്നിൽ വിദേശ രാജ്യങ്ങളിലുള്ള പ്രത്യേകിച്ചും കാനഡയിലെയും ദുബായിലെയും ഇടപാടുകളൊക്കെ പരിശോധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കരുതുന്നത്. കരിമണൽ കമ്പനിയായിട്ടുള്ള കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ് എന്ന CMRL ചെയ്യാത്ത സേവനത്തിന് വീണയുടെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക്കിന് 2,70,00,000 രൂപ നൽകിയെന്നാണ് SFIO കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ കുറ്റപത്രത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നതുമാണ്. കേസിൽ വീണയെ വിചാരണ ചെയ്യാനാകട്ടെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ വീണയെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വലിയൊരു സംശയം നേരത്തെ ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ ധൃതി പിടിച്ച് വീണയെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വരും കാലത്ത് അറസ്റ്റ് ഭയക്കേണ്ട സാഹചര്യങ്ങൾ തന്നെയാണ് ED അന്വേഷണത്തിലൂടെ മുന്നിൽ കാണുന്നത്. ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് വിദേശത്തെ പ്രത്യേകിച്ച് UAE ഒരു ബാങ്കിലെ പണമിടപാട് തന്നെയാണ്. അവിടെയുള്ള പണമിടപാടും മറ്റ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കണമെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്കുള്ള പരിമിതികളുണ്ട്. അത് മറികടന്ന് മുന്നോട്ട് പോകാൻ നിയമപരമായിട്ടുള്ള പരിമിതികൾ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമോപദേശം തന്നെയാണ് തേടിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മറ്റ് ഏജൻസികളെ കൂടി ഉൾപ്പെടുത്താനുള്ള സഹായമാണ് SFIO ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാസപ്പടി ഇടപാട് അഴിമതിയാണെന്ന നിഗമനം SFIO കുറ്റപത്രത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അഴിമതി വന്നു കഴിഞ്ഞാൽ അതിനെ അന്വേഷിക്കാനായി CBI സംഘം എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം തന്നെ മനോരമ ദിനപത്രം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നതനുസരിച്ച് CBI അന്വേഷണം ഉറപ്പായും എത്തുമെന്നുള്ളതാണ്. ED അന്വേഷണം ഏറ്റെടുത്ത് പരിശോധനകളിലൂടെ അഴിമതി സാധ്യത കണ്ടെത്തിയാൽ CBIക്ക് എത്താനായി സാധിക്കും. കേസിലെ രേഖകൾ അന്വേഷിച്ചുകൊണ്ട് SFIOയ്ക്ക് ED തന്നെ കത്തയച്ചിട്ടുണ്ടെന്നാണ് മുതിർന്ന ED ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയതായി ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞിരിക്കുന്നത്. ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലും അതിനുശേഷം നടന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ തീർപ്പിലും 1,72,00,000 രൂപ വീണയും കമ്പനിയും യാതൊരുവിധ സേവനവും നൽകാതെ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പണം എന്തിനു വേണ്ടി നൽകിയിരിക്കുന്നു? ഈ പണം കൊടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? രാഷ്ട്രീയമായ ചില നീക്കുപോക്കുകൾ ഇതിനിടയിൽ നടന്നിട്ടുണ്ടോ? ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ തന്നെ ഉയർന്നു കേൾക്കുകയാണ്. വീണയ്ക്കും കമ്പനിക്കും രാഷ്ട്രീയ നേതാക്കൾക്കും എല്ലാം തന്നെ ഇത്തരത്തിൽ പണം കൊടുത്തതടക്കം സ്വകാര്യ കരിമണൽ കമ്പനിയായിട്ടുള്ള CMRL 197 കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയെന്നാണ് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. തട്ടിപ്പ് നടത്തിയെന്നുള്ളത് SFIO കണ്ടെത്തിയ നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്, സസ്ജ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികളുടെ ഡയറക്ടർമാർ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. SFIO അന്വേഷണത്തിൽ കണ്ടെത്തിയ വകുപ്പുകൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ തന്നെ ഉൾപ്പെടുന്നു. PMLA വകുപ്പിൽ വരുന്നത് കൊണ്ട് തന്നെ കുറ്റകൃത്യത്തിലൂടെ ഈ പ്രതികൾ നേടിയ കള്ളപ്പണം കണ്ടെത്തി കണ്ടുകെട്ടേണ്ട നിയമപരമായ ബാധ്യത വന്നിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തന്നെയാണ്. രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും പണം കിട്ടിയത് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് നേരത്തെ തന്നെ SFIO വ്യക്തമാക്കിയതാണ്. സംസ്ഥാനത്തിനുള്ളിൽ നിൽക്കുന്ന കുറ്റകൃത്യങ്ങൾ പരിശോധിക്കേണ്ടത് പോലീസിന്റെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ വിഭാഗവും സംസ്ഥാനാന്തര കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കേണ്ടത് CBIയുമാണ്. അതുകൊണ്ട് തന്നെയാണ് കേരള പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ എത്രത്തോളം മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ വ്യക്തമായ സൂചനയുണ്ട്. കേന്ദ്ര ഏജൻസി ഇതിലൊരു അന്വേഷണം നടത്തി വ്യക്തമായ തെളിവടക്കം കണ്ടെത്തി മുന്നോട്ട് പോകണമെന്ന ആവശ്യവും ഒരു ഭാഗത്ത് ഉയർന്നു കേൾക്കുന്നുണ്ട്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന SFIO കേസുകളുടെ വിചാരണ അധികാരമുള്ള എറണാകുളത്തെ അഡീഷണൽ സെഷൻസ് കോടതി കുറ്റപത്രത്തിന്റെ സൂക്ഷ്മ പരിശോധന പൂർത്തീകരിച്ച് ഫയലിൽ ചേർത്ത ശേഷം ഇതിന്റെ പകർപ്പ് EDയും CBIയും കൈപ്പറ്റുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്.
SFIO കുറ്റപത്രത്തിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളാകുന്നതുകൊണ്ട് തന്നെ രേഖകൾ പരിശോധിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് മുതിർന്ന ED ഉദ്യോഗസ്ഥനും ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. വിദേശ അക്കൗണ്ട് വഴി കോടികളുടെ ഇടപാട് നടന്നുവെന്ന് താൻ പരാതി നൽകിയ കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റേത് തന്നെയാണെന്ന് ആവർത്തിച്ച് തറപ്പിച്ചു പറയുന്നു BJP നേതാവ് കൂടിയായിട്ടുള്ള ഷോൺ ജോർജ്. ഹർജിക്കാരൻ കൂടിയായിട്ടുള്ള ഷോൺ ജോർജ് നിരവധി വിവരങ്ങൾ ഇതിനോടകം തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ തനിക്ക് യാതൊരുവിധ സംശയവുമില്ല. കേസ് അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള നീക്കം തന്നെയാണ് മറുതലയ്ക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത്. താൻ പരാതിപ്പെട്ട എക്സാലോജിക് വേറെ കമ്പനിയാണെന്നൊരു പരാമർശം ഉണ്ടാകുന്നത് ഈ വിഷയത്തെ തന്നെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണ്. ഇതിലൂടെ ഏത് വിധേനയും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വീണ ടി, സുനീഷം എന്നിവർ ചേർന്നുള്ള ഒരു അക്കൗണ്ട് എക്സാലോജി കമ്പനിക്ക് ഇല്ലെന്ന് പറയാൻ CPM നേതാക്കൾക്ക് തൻ്റെ ഇടമുണ്ടോ എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചത് പോലും. എന്നാൽ അതേക്കുറിച്ച് CPM നേതാക്കൾ ആരും തന്നെ മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം. മാസപ്പടി കേസുമായി ബന്ധമുള്ള ഒരു സ്വകാര്യ കമ്പനിയുടെ അബുദാബിയിലെ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് 2016 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ രാജ്യാന്തര കൺസൾട്ടൻസി സ്ഥാപനമായിട്ടുള്ള പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ്, കനേഡിയൻ കമ്പനിയായിട്ടുള്ള SNC ലാവ്ലിൻ എന്നിവയുടെ അക്കൗണ്ടുകളിൽ നിന്നും പണമെത്തി എന്ന വിവരങ്ങൾ SFIO കുറ്റപത്രത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് കനേഡിയൻ കമ്പനിയായിട്ടുള്ള ലാവ്ലിനും അതുപോലെ തന്നെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സും ഇത്തരത്തിൽ ഈ കമ്പനിയുടെ അബുദാബിയിലെ സ്വകാര്യ ബാങ്ക് അക്കൗണ്ടിലേക്ക്, ഈ അബുദാബിയിലെ സ്വകാര്യ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ പണം കൃത്യമായി അയച്ചത്? അതിലേതെങ്കിലും തരത്തിലുള്ള അവിഹിത ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉയർന്നു കേൾക്കുകയാണ്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ SFIOയ്ക്ക് നൽകിയതാകട്ടെ അബുദാബിയിലെ തന്നെ ബാങ്ക് ജീവനക്കാരായിരുന്നു. എന്നാൽ അബുദാബിയിലെ ഈ ബാങ്ക് ജീവനക്കാരൻ ഈ വിവരങ്ങൾ SFIOയ്ക്ക് നൽകിയതിന് തൊട്ടു പുറകെ ഈ ജീവനക്കാരനെ ബാങ്ക് പുറത്താക്കിയെന്ന റിപ്പോർട്ട് മലയാള മനോരമ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്കടക്കം ഈ അന്വേഷണം കൊണ്ടുപോകുമ്പോൾ ഈ ജീവനക്കാരനെ അടക്കം വീണ്ടും ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് വേണം കരുതാൻ. എന്തായിരുന്നാലും ഗൾഫിലേക്ക് അടക്കം ഈ അന്വേഷണം പോകുമെന്ന് സാരം. ഗൾഫിലുള്ള ഒരു VVIP ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ള ആരോപണം തന്നെ ബലപ്പെടുത്തുന്നതാണ് ഇങ്ങനെ ഒരു സംശയം. അത് SFIO അടക്കം സംശയിക്കുമ്പോൾ ഇത് കൂടുതൽ സംശയത്തിന്റെ ആനുകൂല്യം നേടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുറത്താക്കിയ ജീവനക്കാരൻ്റെ മൊഴി ഏറ്റവും അധികം നിർണായകം തന്നെയാണ്. അതെടുക്കാനുള്ള നീക്കം അന്വേഷണ ഏജൻസികൾ ശ്രമിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. SFIO അന്വേഷണത്തിനെതിരെ CMRL ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ട്. ഈ ഹർജിയിലെ വിധി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് ഏറ്റവും നിർണായകമായി മാറുമെന്ന കാര്യത്തിലും സംശയമില്ല. അത് ഇന്ന് തന്നെയാണ് പരിഗണിക്കുന്നത്. വിധി CMRL അനുകൂലമായി കഴിഞ്ഞാൽ EDയെയും CBIയെയും തൽക്കാലം ഭയക്കേണ്ട എന്നൊരു സാഹചര്യം പോലും ഉരുത്തിരിഞ്ഞു വരും. ഇനി മറിച്ചായി കഴിഞ്ഞാൽ EDയും CBIയും കാരണം ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. 2024 ജനുവരിയിലാണ് കമ്പനി കാര്യം അന്വേഷിക്കുന്ന ഏറ്റവും വലിയ ഏജൻസി ആയിട്ടുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തത്. CMRL CGM P സുരേഷ് കുമാർ, ചീഫ് ഫിനാൻസ് മാനേജർ K സുരേഷ് കുമാർ, ഓഡിറ്റർമാരായിട്ടുള്ള K സകേഷ് കുമാർ, AK മുരളീകൃഷ്ണൻ എന്നിവരാണ് കുറ്റാരോപിതരായിട്ടുള്ള മറ്റുള്ളവർ. എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരും ഈ കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. കമ്പനികാര്യ നിയമത്തിലെ 447 വകുപ്പ് അനുസരിച്ചുള്ള കുറ്റമാണ് വീണയുടെ പേരിൽ ഇപ്പോൾ ചുമത്തിയത്. CMRL MD ശശിധരൻ കർത്ത, ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ സരൺ എസ് കർത്ത എന്നിവരുടെ പേരിലും വീണയുടെയും കർത്തയുടെയും കമ്പനികൾക്കെതിരെയും ഇതേ കുറ്റം തന്നെ ചുമത്തിയിട്ടുണ്ട്. 10 വർഷം വരെ തടവും തട്ടിപ്പിലൂടെ നേടിയ പണത്തിന് തുല്യമോ അതിന്റെ 3 ഇരട്ടി വരെയോ പിഴയോ ചുമത്താവുന്ന കുറ്റമാണ് വീണയുടെയും ശശിധരൻ കർത്തയുടെയും പേരിൽ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. കൊച്ചിയിലെ സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ ഇതിന്റെ വിചാരണ മുന്നോട്ട് പോകുമ്പോൾ എന്താകുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്.